എൻ്റെ ചേച്ചിയുടെ ഡെലിവറി സമയത്ത് ഞാൻ അയർലൻഡിൽ ഒരു 2 മന്ത്സോളം അവിടെ പോയി താമസിച്ചിരുന്നു, ഈ മെഡിസിൻ പഠന ശേഷം. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ അവിടെ നോക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, പരിശുദ്ധ അമ്മയുടെ. ഇവിടെ വേളാങ്കണ്ണി പോലെ അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാനിടയായി. അവിടെ ഞാൻ പള്ളിയിൽ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണം നടന്നിട്ടുള്ള പള്ളിയുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ അവസാനമായിട്ട് ഒരു അടയാളം ചോദിച്ചു. ഞാൻ ചെറുപ്പം മുതലേ മാതാവിനോട് വളരെ ഇഷ്ടമുള്ളൊരു അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മാതാവിനോട് തന്നെ ചോദിച്ചു, ഒരു അടയാളം എനിക്ക് തരാം. ഞാൻ ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഒരു കപ്പിളിനെയാണോ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഗേളിനെയാണ് കാണുന്നതെങ്കിൽ ഞാൻ വിവാഹ ജീവൻ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ എനിക്കൊരു ഒരു കന്യാസ്ത്രീയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു വൈദികനോ അങ്ങനെ എന്തെങ്കിലും ആത്മീയമായിട്ടൊരു സംഭവമാണെങ്കിൽ ഞാൻ ദൈവവിളി തിരഞ്ഞെടുക്കുമെന്നുള്ള ഇത്. അത് ബാലിശമായിട്ടുള്ളൊരു വാശിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു ദൈവാനുഭവം ആയിരുന്നു. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ അത്ഭുതം എന്ന് പറയുമ്പോൾ ഒറ്റയാണെങ്കിൽ കാണാനില്ല പള്ളിയുടെ പുറത്ത്. അങ്ങനെ ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു കല്ലുണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ പള്ളിയുടെ. അപ്പോൾ അവിടെ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ലേഡി പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഒത്തിരി നല്ല ഹൈറ്റുള്ളൊരു ലേഡിയായിരുന്നു. മുഖം എനിക്കിപ്പോഴും ശരിക്കും അങ്ങനെ ഓർമ്മയില്ല. അപ്പോൾ ഒരു ചുവന്ന ഒരു കോട്ട് ധരിച്ചിരുന്നു. കരുണയുടെ ഈശോയുടെ ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് ഷോൾഡറിൽ. അങ്ങനെ ആ ലേഡി എൻ്റെ അടുത്തേക്ക് വന്നു. യൂറോപ്യനാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുമേഷ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, നോ വാട്ട്സ് യുവർ അതർ നെയിം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തോമസ്, എൻ്റെ ബാപ്റ്റിസം പേരാണ്, മാമോദിസ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, തോമസ് ആർ യു എ പ്രീസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഐ എം നോട്ട് എ പ്രീസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി വീണ്ടും ചോദിച്ചു, കുറച്ച് നേരം ആലോചിച്ചിട്ട് ചോദിച്ചു, ആർ യു തിങ്കിങ് ടു ബിക്കം എ പ്രീസ്റ്റ്? അപ്പോൾ നീ പുരോഹിതനാവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കതൊരു ഷോക്കായി. കാരണം ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ്, അതെ, ഞാനൊരു പുരോഹിതനാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലേഡി പറഞ്ഞു, ഓക്കെ സുമേഷ്, ഐ വിൽ പ്രേ ഫോർ യു, യു വിൽ ബിക്കം എ ഗുഡ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, നീ ഒരു നല്ല പുരോഹിതനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഡി അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അളിയനും അപ്പച്ചനും എല്ലാവരും അവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു. പക്ഷേ ഈ ലേഡി വേറെ ആരോടും സംസാരിച്ചില്ല. ആളെങ്ങനെ പാസ് ചെയ്ത് പോയി. പിന്നെ അങ്ങനെ കണ്ടുമില്ല. അത് കുരിശിൻ്റെ വഴി ചെല്ലുന്നത് കണ്ടു, പിന്നെ ആളെ കണ്ടിട്ടില്ല.